ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 4000-ലധികം ദിനാർ തട്ടിയെടുത്ത സംഭവത്തില് ഈ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ സംഭവത്തില് ഫിലിപ്പീനിയായ ഒരു വനിതയെ ബഹ്റൈൻ ലോവർ ക്രിമിനൽ കോടതി 6 മാസത്തെ തടവിനും അതിനുശേഷം അവരെ നാട് കടത്താനും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവരെ പിടിയിലാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4633 ബഹ്റൈൻ ദിനാർ, നമ്മുടെ ഇന്ത്യൻ രൂപ കണക്കാക്കുമ്പോൾ 10 ലക്ഷത്തോളം രൂപയായിട്ട് വരും. ഇത് സ്വന്തം അക്കൗണ്ടിലേക്ക് ഇവർ തന്ത്രപൂർവ്വം മാറ്റുകയായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ്, അതായത് 2023 ബഹ്റൈനിലെ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ HR മാനേജറായിട്ട് ഇവർ ജോലിയിൽ പ്രവേശിച്ചു. കമ്പനിയുടെ ദൈനംദിന ചെലവുകൾക്കായി നൽകിയിരുന്ന ബാങ്ക് കാർഡ് ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. അക്കൗണ്ട്സ് വിഭാഗത്തിന്റെ അനുമതിയോടെ പിൻവലിക്കുന്ന പണം കമ്പനി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പകരം ഇവര് ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. തുടർന്ന് ഒരു മണി ട്രാൻസ്ഫർ ആപ്പ് വഴി ഈ തുക ജീവനക്കാരിൽ നിന്ന് തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു ഡ്രൈവർ വഴി 3520 ദിനാറും പാചകക്കാരി വഴി 873 ദിനാറും മറ്റൊരു ഡ്രൈവർ വഴി 240 ദിനാറും ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടിൽ എത്തിച്ചതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് രേഖകളും സാക്ഷിമൊഴികളും ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഈ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ തുക മുഴുവനും ഇവരെ തിരിച്ചടയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മറ്റൊരു പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ സഹായിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ സ്വദേശി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാളെ വെറുതെ വിട്ടത്. താൻ കമ്പനിക്കെതിരെ ലേബർ കേസ് നൽകിയതിലുള്ള വിരോധം തീർക്കുകയായിരുന്നു കമ്പനി എന്നാണ് ഫിലിപ്പൈനി സ്വദേശിനി വാദിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വാദം കോടതി തള്ളുകയായിരുന്നു. എന്തായാലും 6 മാസത്തെ തടവും നാടുകടത്തലും അതിനിടയിൽ ഈ തുകയെല്ലാം തിരിച്ചടയ്ക്കണം എന്നാണ് ബഹ്റൈൻ ലോവർ ക്രിമിനൽ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.